ഹലോ ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളിവിടെ ശിവാങ്ക് ഉണ്ട്. ബ്രോ സുഖാണോ അവിടെ? സുഖമായിരിക്കുന്നു. അവിടെ എങ്ങനെയുണ്ട്? നന്നായിട്ട് പോന്നു. അപ്പോൾ സീസൺ കഴിഞ്ഞു. 82 പോയിന്റ്സ്. എന്താ പറയുന്നത്, മൂന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തു. എന്താണ് ഒരു സീസണെ പറ്റി പറയാനുള്ളത്? നിങ്ങൾ ജനുവരിയിലൊക്കെ ഒന്ന് രണ്ട് ടൈറ്റിലൊക്കെ ഫൈനലിൽ എത്തുന്നൊക്കെ പ്രതീക്ഷിച്ചു. പക്ഷേ അവസാന നിമിഷം ഒരു സെറ്റ് ബാക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏപ്രിൽ വരെ ഏറ്റവും നല്ല സീസൺ ആയിരുന്നു. എനിക്ക് തോന്നുന്നത് പെർഫെക്റ്റ് ആയിരുന്നു സീസൺ ഏപ്രിൽ വരെ. ആ ഒറ്റ മാസം കൊണ്ട് അത് ഒരു ഓക്കെ സീസൺ എന്നുള്ള പോലെ ആയിപ്പോയി. കാര്യം എനിക്ക് തോന്നുന്നത് ക്ലോപ്പിന്റെ ഒരു 9 വർഷത്തെ ടെന്യൂറിൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും മോശം ഫുട്ബോൾ ഏപ്രിൽ ഒരു മാസത്തിൽ കളിച്ചത്. അത് അറ്റ്ലാന്റയുടെ കൂടെ ആണെങ്കിലും ക്രിസ്റ്റൽ പാലസ്, എവേർട്ടൺ, ഇവരുടെ കൂടെ ഭയങ്കര ഭയങ്കര മോശമായിരുന്നു. അയ്യോ, ഞാൻ ആ 3 കളി ശരിക്കും കണ്ടില്ല. ഒരു 15 മിനിറ്റ് കണ്ടു ഞാൻ പോയി. കാര്യം അത്ര മോശമായിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു ആ ഒരു 3 മാസം മാറ്റി വെച്ച് കഴിഞ്ഞ ട്രോഫി തേർഡാണ്. അപ്പൊ എനിക്ക് തോന്നുന്നത് കുഴപ്പമില്ല എന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ക്ലോപ്പിന്റെ യുഗം ഒഫീഷ്യലി അവസാനിച്ചു. ആർനെ സ്ലോട്ടിന്റെ ടൈം തുടങ്ങാണ്. എന്തെങ്കിലും എക്സ്പെക്ടേഷൻ ഉണ്ടോ ബ്രോ? അല്ലെങ്കിൽ റിയലിസ്റ്റിക് ആയിട്ട് നോക്കുകയാണെങ്കിൽ പുള്ളി EPL എക്സ്പീരിയൻസ് ഇല്ല, പക്ഷേ നമ്മൾ മുമ്പ് എങ്ങനെയാണ് പുള്ളി കളിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ പുള്ളിയുടെ ആ ഒരു പ്ലേയിങ് സ്റ്റൈൽ ഡയറക്റ്റായിട്ട് ലിവർപൂളിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, ഇപ്പൊ എനിക്ക് ആകെ ഒരു വിശ്വാസക്കുറവ് എനിക്ക് ബാക്കി ഡച്ച് ലീഗിൽ നിന്നൊന്നും മാനേജേഴ്സും പ്ലേയേഴ്സൊക്കെ പ്രീമിയർ ലീഗിലും ഭയങ്കര അടിപൊളിയായതുകൊണ്ട് എനിക്ക് വലിയ വിശ്വാസമില്ല. പക്ഷെ എന്നാലും നമ്മൾ പറയില്ല, നമ്മള് ഇപ്പൊ ആരെയായാലും നമ്മള് ക്ലബിനെ ബാക്ക് ചെയ്യാന്നുള്ളതാണല്ലോ നമ്മുടെ ഇത്. ഇപ്പൊ പിന്നെ നമ്മള് ഫെനോദിന്റെ കുറെ മാച്ചൊക്കെ ഞാൻ ഇരുന്ന് കണ്ടു നോക്കി. കുറെ മാച്ചസ് ഉണ്ട്, റീക്യാപ്സ് ഉണ്ടായിരുന്നു, മാച്ചസ് ഉണ്ടായിരുന്നു ഫുള്ള്. അപ്പൊ ഞാൻ കണ്ടു നോക്കിയപ്പോ യൂറോപ്പിലാണെങ്കിലും പുള്ളി എനിക്ക് തോന്നുന്നു ഭയങ്കര മിനിമൽ ബഡ്ജറ്റിലാണ്. അതായത് ആ പ്ലേയേഴ്സ് ഒന്നും ഈ ലോകത്ത് ആർക്കും അറിയില്ല. പ്ലേയേഴ്സ് ഫെനോദിൽ നമുക്ക് എത്ര എനിക്ക് പോലും 2-3 പ്ലേയേഴ്സിനെ അല്ലാണ്ട് എനിക്ക് അറിയില്ല ഫെനോദിൽ. അപ്പോൾ അങ്ങനത്തെ ഒരു ടീമിനെ വെച്ചാൽ അത്ര അട്രാക്റ്റീവ് ആയിട്ടുള്ള ഫുട്ബോൾ കളിക്കുക. PSV ഇത്രയും നല്ല ഫോമിലായതുകൊണ്ടാണ് PSV പ്രാവശ്യം ജയിച്ചത്. അല്ലാണ്ട് ശരിക്കും പറഞ്ഞാൽ 2-3 കളിയെ ഫെനോദ് തോറ്റിട്ടുള്ളൂ ആ ലീഗിൽ. അപ്പോൾ ഡച്ച് എർഡിവിസെ വേറെ ലീഗാണ്, പ്രീമിയർ ലീഗ് വേറെ ലീഗാണ്. അപ്പൊ നമുക്ക് രണ്ടിനെ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാര്യം ഭയങ്കര ഡിഫറൻസ്. കാര്യം എനിക്ക് തോന്നുന്നത് പ്രീമിയർ ലീഗിനെക്കാളും ലാലിഗ ഡോമിനേറ്റ് ചെയ്തിരുന്ന സമയത്തും ലാലിഗയിൽ നിന്ന് വന്ന പ്ലേയേഴ്സ് പ്രീമിയർ ലീഗിൽ സ്ട്രഗിൾ ചെയ്തിട്ടുള്ളൂ എപ്പോഴും. അപ്പോൾ എനിക്ക് തോന്നുന്നു പ്രീമിയർ ലീഗിന്റെ ആ ഒരു പേസ് ശരിക്കും പറഞ്ഞ ഒരു ലീഗിനും ഇല്ല ഈ ലോകത്ത്. അപ്പോൾ അതുപോലത്തെ പേസ് ഉള്ള ടീംസിന്റെ അഗേൻസ്റ്റ്, അതും ആർസണൽ നമ്മൾ കണ്ടു എൻഡ് ഓഫ് ദി സീസൺ വരെ ആർസണൽ അടിപൊളിയായിരുന്നു. സിറ്റി എന്തായാലും അടുത്ത പോലെ അടിപൊളിയായിരിക്കും. അപ്പോൾ കുറെ ടീംസ് ഉണ്ട്. ന്യൂ കാസിൽ എനിക്ക് തോന്നുന്നു ഇപ്പൊ തന്നെ 2-3 സൈനിങ്സ് ടോസൻ അഡർബയോനൊക്കെ മേടിച്ചു വരും. അപ്പോൾ അവരും നല്ല രീതിയിൽ കളിക്കും. ടോട്ടനമും കളിക്കും. ചെൽസി സീസൺ എൻഡ് ചെയ്ത് നന്നായിട്ട് അവർ മാനേജർ പോയി. ചെൽസി എൻഡ് ചെയ്ത് അതെ. നന്നായിട്ട്. യുണൈറ്റഡ് ഇപ്പൊ മാനേജർ ടൂച്ചലിനെ കാര്യം കൊണ്ടുവന്നാൽ തീർന്നു കാര്യം. ടൂച്ചല് കാര്യം ടൂച്ചൽ നമുക്ക് ബയണിൽ ഒരിക്കലും കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാര്യം ബയൺ പുള്ളിക്ക് വേണ്ട കാര്യങ്ങളൊന്നും ചെയ്തു കൊടുത്തിട്ടില്ല. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം ബാക്കിങ് കിട്ടും. അപ്പോൾ യുണൈറ്റഡും വരും. അപ്പോൾ എനിക്കൊന്ന് ഇങ്ങനത്തെ ഒരു ടീം, നമുക്ക് ടീമൊക്കെ ഉണ്ട് ലിവർപൂളിൽ. പക്ഷെ ഇപ്പൊ ആർനെ സ്ലോട്ട് എനിക്ക് വിശ്വാസമുണ്ട് ആർനെ സ്ലോട്ടിൽ. പക്ഷെ ഇത് പുള്ളി പെട്ടെന്ന് വലിയ സ്റ്റെപ്പായി പോയത്. ഫെനോദിനൊരു വലിയ സ്റ്റെപ്പാണ് ലിവർപൂളിൽ. കാര്യം ഒരു മാച്ച് ഡ്രോ ആയാലോ തോറ്റാലോ ഭയങ്കര ഫാൻ പ്രഷർ ആയിരിക്കും. പുറത്ത് പിന്നെ സ്ലോട്ട് ഔട്ട് ആയിരിക്കും. ഒരൊറ്റ കളി ഡ്രോ ആയാൽ മതി. ഒന്നുമില്ല, ഫസ്റ്റ് കളി നമ്മള് ഇപ്പൊ ഒരു 1-0 ലീഡ് ചെയ്തിട്ട് 1-1 ആയി നമ്മൾ ലാസ്റ്റ് മിനിറ്റ് 2-1 ജയിച്ചാലും ക്രിട്ടിസിസം ആയിരിക്കും കൂടുതൽ. അപ്പോൾ എനിക്ക് തോന്നുന്നത് സ്ലോട്ട് ഭയങ്കര കെയർഫുൾ ആയിരിക്കണം. പിന്നെ കുറെ പ്ലേയേഴ്സിന്റെ പണി പോകും. എനിക്കതാ തോന്നുന്നു. കുറെ പ്ലേയേഴ്സ് കാര്യം സ്ലോട്ടിന്റെ സിസ്റ്റത്തിൽ ഇടാൻ പറ്റാത്ത കുറെ പ്ലേയേഴ്സ് ഉണ്ട്. അതും ഹൈ പേയ്മെന്റിലുള്ള വലിയ ഈഗോസ് ഉള്ള പ്ലേയേഴ്സ് ഉണ്ട്. ഈ പ്ലേയേഴ്സിനെ അവിടെ നിർത്തുവോ അതോ ഈ പ്ലേയേഴ്സിനെ അവിടുന്ന് പറഞ്ഞു വിടുവോ വിൽക്കുവോ എന്തോ എനിക്കറിയില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് യൂറോ കഴിഞ്ഞ ഏകദേശം ഒരു പിക്ചർ ഉണ്ടാവും. അപ്പൊ എനിക്ക് തോന്നുന്നത് സലയൊക്കെ പോവും. സലേനെ ക്യാഷ് ഇൻ ചെയ്യാനുള്ള പരിപാടി ആയിരിക്കും മിക്കവാറും. അപ്പോൾ എനിക്ക് തോന്നുന്നു ബാക്കി ഒരു ഫുൾ ഓൺ അറ്റാക്കിംഗ് പ്ലേ ആണ്, അറ്റാക്കിംഗ് ഫുട്ബോളാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് ഇംപ്ലിമെന്റ് ഒക്കെ ചെയ്യാൻ പറ്റും. കാര്യം ടു അറ്റ് ദ ബാക്കിൽ അറ്റാക്ക് ചെയ്യുക, ബാക്കി ഫുൾ എല്ലാവരും ഒരാൾ ഇൻവേർട്ട് ചെയ്യുക, എല്ലാം ഇതൊക്കെ ഏകദേശം സിമിലറാണ്. പക്ഷെ ഇത് ഒരു മാനേജർ പെട്ടെന്ന് അത് ക്ലോപ്പിനെ പോലത്തെ അത്ര ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു ഫിഗർ പോയി കഴിഞ്ഞിട്ട് പുള്ളി വരുമ്പോൾ പുള്ളി ആൾക്കാർ അവിടെ റെസ്പെക്ട് ചെയ്യുമോ എന്നുള്ളതൊക്കെ വലിയൊരു ചോദ്യമാണ്. കാര്യം നമ്മൾ ഇതേപോലെ കണ്ടിട്ടുണ്ട് യുണൈറ്റഡിലൊക്കെ അലക്സ് ഫെർഗൂസൺ പോയി കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് ഭയങ്കര മോശമായിരുന്നു. വരുന്ന മാനേജേഴ്സിനൊന്നും ഒരു വിലയില്ലാത്ത പോലെ ഇപ്പോൾ അവിടെ. അപ്പോൾ എനിക്ക് തോന്നുന്നത് പ്ലേയേഴ്സ് അങ്ങനെ ബിഹേവ് ചെയ്യുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ടാക്ടിക്സ് ഇംപ്ലിമെന്റ് ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും. പക്ഷെ ഈ പ്ലേയേഴ്സ് അതെങ്ങനെ ഫോളോ ചെയ്യുന്നുള്ളതാണ് കാര്യം. 9 കൊല്ലം ഒറ്റ ഇത് കളിച്ചിട്ട് ഇനി അതെങ്ങനെ തിരിച്ച് ഒരു
കളിക്കുമെന്ന് എനിക്ക് വലിയ ഡൗട്ടുണ്ട്. അതെ, അപ്പോൾ മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളത്, നിങ്ങളുടെ ഫ്രണ്ട് 3 അല്ലെങ്കിൽ ഫ്രണ്ട് 4, നൂനസ് ആയാലും ലൂയിസ് ഡിയാസ് ആയാലും ഗാപ്കോ, സല, ഈ 2 മാസത്തിൽ നമ്മൾ കൂടുതൽ ഗോൾസ് ഇവരിന്ന് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തുകൊണ്ടാ റീസൺ എന്നറിയില്ല, അവർക്ക് ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ കൺവേർഷൻ ഭയങ്കര മോശമായിരുന്നു. അതാണ് എനിക്ക് തോന്നുന്നു പല മത്സരങ്ങളിലും പുറകോട്ട് പോകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. നിങ്ങൾ ചാൻസ് ക്രിയേറ്റ് ആയിട്ടല്ല, കിട്ടുന്ന ചാൻസ് കൺവേർട്ട് ചെയ്യുന്നില്ല. ഫിനിഷിംഗ് ആയാലും എത്രയോ ഓപ്പർച്യൂണിറ്റികൾ മിസ്സാക്കിയിട്ടുണ്ട്. എന്താണ് ഇപ്പോൾ കോൺഫിഡൻ്റ് ആയിട്ട് ഇപ്പോൾ 2ാമത്തെ 3ാമത്തെ സീസണാണ് പല പ്ലേയേഴ്സും കളിക്കുന്നത്. എക്സ്പീരിയൻസും യങ് പ്ലേയേഴ്സിൻ്റെ മിക്സ്ചറാണ്, നല്ല കോച്ചാണ്, എൻവയോൺമെൻറ്റ് ഗുഡാണ്. എവിടെയാണ് പ്രശ്നം? പ്ലേയേഴ്സിലാണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പുതിയ കോച്ച് വന്നിട്ടുണ്ട്, വേറെ എന്തെങ്കിലും ചെയ്യേണ്ടി വരുമോ ഇവരെ ഒരു ഫോമിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്? പുതിയ കോച്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് സിസ്റ്റമേ മാറിയല്ലോ ഫുള്ള്. അതായത് പുതിയ സെറ്റ് പീസ് കോച്ച് വന്നു, പുതിയ എല്ലാം ഫുൾ കോച്ചിങ് സ്റ്റാഫേ മാറിയല്ലോ. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ഈ ലാസ്റ്റ് 23-24 സീസൺ നോക്കുമ്പോൾ നമുക്ക് ഗോള് ഡ്രൗട്ടായിരുന്നു ഏപ്രിൽ. അയ്യോ, കാര്യം 1-0 ഒക്കെ തോക്കാന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര മോശം. നമ്മൾ 1-1 പോലും ആക്കിയില്ല എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും കഷ്ടമാണ്. കാര്യം അതും ക്രിസ്റ്റൽ പാലസിന്റെ കൂടെ ഭയങ്കര മോശമായിരുന്നു അറ്റാക്ക്. കാര്യം നമ്മൾ കഴിഞ്ഞ സീസൺ, അതായത് മുമ്പത്തെ സീസൺ ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്നില്ല എന്നുള്ള പ്രശ്നമായിരുന്നു. ഇപ്പൊ ചാൻസേ ഉള്ളൂ, നമ്മൾ ഗോൾ അടിക്കുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ഫ്ലോപ്പ് ലാസ്റ്റ് ഏപ്രിലായപ്പോൾ ഒരു കൺഫ്യൂഷനിലായിരുന്നു ആരെ കളിപ്പിക്കണം എന്ന് അറ്റാക്കിൽ. കാര്യം ന്യൂനസിനെ കളിപ്പിക്കണോ, സലയാണെങ്കിൽ ഭയങ്കര മോശം ഫോമിലായിരുന്നു ഏപ്രിൽ. അപ്പോൾ സലേനെ കളിപ്പിക്കണോ, ആരെ കളിപ്പിക്കണം എന്ന് പുള്ളിക്ക് തന്നെ അറിയില്ലായിരുന്നു ക്ലോപ്പിന്. അപ്പോൾ ആകെ കളിച്ചോണ്ടിരുന്ന ഗ്യാക്പോനെ ലെഫ്റ്റിലിട്ട ലൂയിസ് ഡിയാസിനെ അവിടെ കളിപ്പിക്കും. അപ്പോൾ പുള്ളിക്ക് ലൂയിസ് ഡിയാസിനെ കളിപ്പിക്കാണ്ടിരിക്കാനും പറ്റില്ല. ലൂയിസ് ഡിയാസ് അവിടെ കളിക്കുമ്പോൾ എന്തെങ്കിലും ഓഫർ ചെയ്യുന്നുണ്ടോ, അതും ഇല്ല. വർക്ക് റേറ്റ് ഉണ്ടോ, പക്ഷെ ലൂയിസ് ഡിയാസ് ഓഫർ ചെയ്യുന്നുണ്ടോ, ഇല്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ആകെ ഒരു ചെക്ക് മേറ്റിലായിരുന്നു ക്ലോപ്പ്. അപ്പോൾ ഇപ്രാവശ്യം വരുമ്പോൾ ഈ അറ്റാക്കിൽ ഒരു 2-3 പേര് എന്തായാലും ബെഞ്ചിലായിരിക്കും. കാര്യം പുള്ളി 4-2-3-1 ഒക്കെയാണ് കളിക്കുന്നത്. അപ്പോൾ 4-2-1-3 അല്ല, 4-2-3-1 ആണ് കളിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു 10 അവിടെ ഉണ്ടാവും. 10 ഉണ്ടാകുമ്പോൾ തന്നെ ഒരു അറ്റാക്കറിന്റെ പ്ലേസ് പോയി, ഒരു 2 വിങ് സ്ട്രെച്ച് ചെയ്യുന്ന ഒരു റൈറ്റ് മിഡും ലെഫ്റ്റ് മിഡും ഉണ്ടാവും, ഒരു ഒറ്റ സ്ട്രൈക്കർ ഉണ്ടാവുള്ളൂ. അത് ന്യൂനസ് അല്ലെങ്കിൽ ഇപ്രാവശ്യം ഒരാളെ സൈൻ ചെയ്യാം. ന്യൂനസിനെ വെച്ച് ശരിക്കും ചെയ്യുന്നത് നമ്മൾ ഫാൻസി ചെയ്യുന്ന പോലെ. കാര്യം ന്യൂനസ് അവിടെ കളിക്കോ ഇല്ലയോ എന്നറിയില്ല. കാര്യം ഒരു മെക്സിക്കൻ പ്ലെയറിനെ, പേര് ഞാൻ പറഞ്ഞു, മെക്സിക്കൻ പ്ലെയറെ ഫെനോദിലൂടെ കളിപ്പിക്കുന്നത്. പുള്ളിക്കാരന്റെ ടച്ച് ഓക്കെ അല്ല എന്ന് ആർനെ സ്ലോട്ട് മനസ്സിലാക്കിയിട്ട് പുള്ളിക്ക് 4 മാസം ട്രെയിനിങ് ഒക്കെ കൊടുത്തിട്ട് അത് കഴിഞ്ഞിട്ടാണ് ജനുവരി വന്നിട്ട് പുള്ളി 17 ഗോളൊക്കെ അടിക്കുന്നത് 16 മാച്ചിൽ. അപ്പോൾ എനിക്ക് തോന്നുന്നു പുള്ളി അത്രയും പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ട് ട്രെയിൻ ചെയ്യുന്ന ഒരു മാനേജർ. അപ്പോൾ പുള്ളിക്ക് വേറെ പെർഫോമൻസ് കോച്ചൊക്കെ ഉണ്ട്. പുള്ളി അവിടെ നിന്ന് കൊണ്ടുവരുമ്പോൾ ഒരു പെർഫോമൻസ് കോച്ചിനെ കൊണ്ടുവരും. അപ്പോൾ പുള്ളി ന്യൂനസിനെല്ലാം ഉണ്ട്. ന്യൂനസ് വർക്ക് റേറ്റ് ഉണ്ട്, ന്യൂനസ് ബോൾ ക്യാരി ചെയ്തുകൊണ്ടുണ്ട്, ഹോൾഡ് അപ്പ് പ്ലേ ഉണ്ട്, ന്യൂനസ് ഫിസിക്കാലിറ്റി ഉണ്ട്, ഹൈറ്റ് ഉണ്ട്, എല്ലാം ചെയ്യും. പക്ഷെ ന്യൂനസ് ഗോൾ അടിക്കുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു ഫിനിഷിങ് ഗോൾ അടിക്കുന്നില്ല എന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. കാര്യം സ്ഥല കഴിഞ്ഞാൽ ലിവർപൂളിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ചത് ന്യൂനസ് ഈ സീസണിൽ. പക്ഷെ അടിച്ച ഗോളിന്റെ ഇരട്ടി ചാൻസ് മിസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഫിനിഷിങ് ഇമ്പ്രൂവ് ചെയ്താൽ ന്യൂനസ് അവിടെ കളിക്കും. അല്ലെങ്കിൽ ജനുവരി ആകുമ്പോൾ ന്യൂനസിനെ പറഞ്ഞു വിടും. കാര്യം മൈക്കിൾ എഡ്വേർഡ്സ് ഭയങ്കര ഷ്രൂഡായിട്ടുള്ള മാനേജർ ഹെഡാണ്. അപ്പോൾ അതേപോലെ തന്നെ റിച്ചാർഡ് ഹ്യൂസ് ആയാലും സ്കൗട്ടിങ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ബെൻഫിക്കയിൽ നിന്ന് വന്ന ആളായാലും ഇപ്പോൾ ഭയങ്കര ഷ്രൂഡാണ്. ഇപ്പോൾ ഈ ഹോർഗെ ഷ്മാറ്റ്കേനോ അല്ലെങ്കിൽ ജൂലിയൻ വാർഡിനെ പോലെ നോക്കി നിൽക്കില്ലേ, പൈസ ഇല്ല, അയ്യോ പോട്ടെ, പൈസ കൊടുത്തില്ലെങ്കിൽ മൈക്കിൾ എഡ്വേർഡ്സ് ഇറങ്ങിപ്പോവും, അത്രേ ഉള്ളൂ. മൈക്കിൾ എഡ്വേർഡ്സിനെ ബാക്ക് ചെയ്യില്ലേ മൈക്കിൾ എഡ്വേർഡ്സ് ഇറങ്ങിപ്പോവും. അപ്പോൾ എനിക്ക് തോന്നുന്നു സിഗ്നിഫിക്കന്റ് ബാക്കിംഗ് ആർനെ സ്ലോട്ട് ഉണ്ടാവും. അപ്പോൾ ഒന്നുകിൽ ന്യൂനസിനെ ട്രെയിൻ ചെയ്ത് ന്യൂനസിനെ ഫിനിഷ് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് വേറെ ഒന്നും വേണ്ട. 4-2-3-1 കളിക്കുമ്പോൾ ഫിനിഷ് ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. ബോക്സിൽ നിൽക്കുക, ഗോൾ അടിക്കുക. അത് ചെയ്യാൻ ന്യൂനസിനെ കൊണ്ട് പറ്റിയില്ലെങ്കിൽ നമുക്കിപ്പോൾ ഇമോഷൻ ഒന്നും വെച്ചോണ്ടിരുന്ന കാര്യമില്ല. നമുക്ക് പ്ലെയർ മോശമാണെങ്കിൽ അത് പ്ലെയർ ടീമിന് എന്താണോ വേണ്ടത് അത് ചെയ്യുന്നില്ലെങ്കിൽ പ്ലെയർ പറഞ്ഞു വിടുക. അപ്പോൾ ഒന്നുകിൽ ഫിനിഷ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക, അല്ലെങ്കിൽ ന്യൂനസിനെ വിൽക്കുക, സെല്ല് ചെയ്യുക. കാര്യം പക്ഷെ സെല്ല് ചെയ്യുമ്പോഴും നമുക്ക് നമ്മൾ 75-80 മില്യൺ യൂറോസ് കൊടുത്ത് കൊണ്ടുവന്ന ഒരു പ്ലെയറാണ്. അപ്പോൾ നമ്മൾ അത് കുറച്ച് വിൽക്കുമ്പോൾ ഇപ്പൊ ആന്റണിയുടെ കേസ് യുണൈറ്റഡ് പറയുന്ന പോലെ അത്ര ഇല്ലെങ്കിൽ നമുക്ക് ഈ ഒരു അവസ്ഥ ന്യൂനസിന്റെ കേസ് നമുക്ക് വില കുറച്ച് വിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഒന്നിലും അതുപോലെ മോൾഡ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ വിൽക്കുക. പിന്നെ അറ്റാക്കേഴ്സിന്റെ കാര്യം പറയുമ്പോൾ സല പോയി കഴിഞ്ഞാൽ അവരൊരു ടച്ച് ലൈൻ വിങ്ങറെ കൊണ്ടുവരും. അത് ടച്ച് ലൈൻ വിങ്ങറിനെ കൊണ്ടുവന്നാൽ ലൂയിസ് ഡിയാസ് ടച്ച് ലൈൻ വിങ്ങറായിട്ട് കളിച്ചോളൂ. ലൂയിസ് ഡിയാസിന് അതൊക്കെ പറ്റും. ലൂയിസ് ഡിയാസ് പിന്നെ റൈറ്റിലൊരാൾ 10 ആയിട്ട് സൊബോസ്ലായോ ആർവി എലിയോട്ടോ ആരെങ്കിലൊക്കെ കളിക്കും. പിവട്ടില് മിക്കവാറും ഒരു DM ഉണ്ടാവും. എൻഡോനെ കൊണ്ട് നടക്കില്ല. എൻഡോനെ കൊണ്ട്
എൻഡോന് കളിക്കാൻ പറ്റിയ 2-3 ടീമുണ്ട്. എൻഡോന് ആ ടീമേ പറ്റുള്ളൂ. അല്ലാണ്ട് പക്ഷെ എൻഡോ ഏപ്രിൽ മെയിൽ അടിപൊളിയായിരുന്നു എൻഡോ. പക്ഷെ എന്നാലും നമുക്ക് ഫ്ലോസ് കാണാൻ പറ്റും എൻഡോയിൽ. അപ്പോൾ ഒരു DM വരും. സെൻട്രൽ ബാക്ക് മസ്റ്റാണ്. സെൻട്രൽ ബാക്കിനെ കൊണ്ടുവന്നേ പറ്റും. ഒരു നല്ല സെൻട്രൽ ബാക്ക്, അതായത് വാൻഡൈക്ക് റീപ്ലേസ്മെന്റ് ആണോ എന്ന് ചോദിച്ചാണ്. പക്ഷെ വാൻഡൈക്കിന്റെ കൂടെ നിന്ന് കളിക്കണം. നമുക്ക് കോൺസെ ഒക്കെ ഉണ്ട്, പക്ഷെ ഇവരെയൊന്നും നമുക്ക് റിലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എനിക്കൊന്ന് ഓവറോൾ ചേഞ്ചസ് ഉണ്ടാവും. കുറെ പേര് ഞാൻ മുമ്പ് ഞാൻ ബ്രോനോട് പറഞ്ഞിട്ടുണ്ട്, ആർനെ സ്ലോട്ട് വന്നുകൊണ്ട് കുറെ പേരുടെ പണി പോകും, കുറെ പ്ലേയേഴ്സിന്റെ പണി പോകും. ക്ലോപ്പ് എല്ലാരും കൂടെ ഒരു ഫാമിലി പോലെ, നിങ്ങൾക്ക് ചാൻസ് ഒന്നും വേണ്ട, നിങ്ങൾ ഫാമിലി കൂടിക്കോ എന്ന് പറഞ്ഞ് കൊണ്ട് നടക്കായിരുന്നു കുറെ പേര്. പക്ഷെ കുറെ പേരുടെ പണി പോകും. അപ്പൊ എനിക്ക് തോന്നുന്നു സിമിക്കാസ് പോവും, ഇപ്പൊ കെലഹർ പോവും. അപ്പൊ അങ്ങനെ കുറെ പേര് പുള്ളി അയ്യോ അത് പക്ഷെ മോശം കാര്യം. കെലഹർ പോയിട്ട് പുള്ളി അവിടുന്ന് ബിജ്ലോ എന്ന് പറഞ്ഞൊരു കീപ്പറിനെ കൊണ്ടുവരുന്നു. പുള്ളിക്കാരൻ വേറെ ആൻഡ്രയോനാണ്. കാര്യം പുള്ളി എല്ലാം ചെയ്യും, പുള്ളി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, ബോൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, എല്ലാം ചെയ്യും, പക്ഷെ സേവ് ചെയ്യൂല. പുള്ളി ഭയങ്കര മോശം. അപ്പൊ അങ്ങനത്തെ പ്ലെയർ സെക്കൻഡ് കീപ്പറായിട്ട് കൊണ്ടുവന്നത് എനിക്ക് ആലോചിക്കാൻ കൂടെ പോയി. അപ്പോൾ അത് കൊണ്ടുവരില്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാര്യം മാനേജറിന് വേണ്ടത് എന്താണോ എന്ന് പറഞ്ഞു കൊടുത്താൽ സ്കൗട്ടിംഗ് ഡിപ്പാർട്ട്മെന്റ് പിന്നെ ഡയറക്ടർ ഓഫ് ഫുട്ബോളാണ് നോക്കിയിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു അത്രയും മോശം ഓപ്ഷൻസിലോട്ടൊന്നും പോകില്ല എന്ന് തോന്നുന്നു. ഇപ്പൊ എനിക്കൊന്ന് ഓവറോൾ റീവാമ്പ് ഉണ്ടാവും ടീമിൽ എന്തായാലും. അതെനിക്ക് വലിയൊരു ആളെപ്പറ്റി ചോദിക്കാനുള്ളത്, നിങ്ങൾ ബയൺ മ്യൂണിച്ചിൽ നിന്ന് ത്യാഗോ അലസാണ്ടറിനെ കൊണ്ടുവരുമ്പോൾ ഒരുപാട് എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. പുള്ളി ആ മിഡ്ഫീൽഡ് തകർത്തും ആ ഒരു പെർഫോമൻസ് ലിവർപൂളിലേക്ക് കൊണ്ടുവരും. പക്ഷെ പുള്ളി തീരെ കളിച്ചില്ല. ഈ സീസൺ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 1-2 മത്സരത്തിൽ പുള്ളി ഇറങ്ങി ഇഞ്ചുറി ആയി, പിന്നെ ഇഞ്ചുറി എക്സ്റ്റെൻഡ് ആയി, പിന്നെ ട്രെയിനിങ്ങിൽ ഇഞ്ചുറി ആയി. ഇപ്പം കേൾക്കുന്നത് പുള്ളി ഇല്ല, സ്കോഡിലില്ല, പുള്ളി പോയി എന്നാണ്. അതൊരു വല്ലാത്ത സൈനിങ് ആയിപ്പോയി നിങ്ങളുടെ സൈഡിൽ നിന്ന്. ഇല്ല, നമ്മളിപ്പോ ഇത് സൈൻ ചെയ്തപ്പോഴേ ഞാൻ എന്റെ ഫ്രണ്ട്സിനോട്, ബയൺ ഫാൻസ് ഫ്രണ്ട്സിനോട് പറഞ്ഞത് നല്ല പ്ലെയർ ആണ്, എല്ലാ അടിപൊളിയാണ്, പക്ഷെ തിയാഗോ ഭയങ്കര ഇഞ്ചുറി പ്രോണ്. അതിന്റെ കൂടെ ലിവർപൂളിന്റെ റിക്കവറി ഡിപ്പാർട്ട്മെന്റും മറ്റേ റിഹാബിലേഷൻ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഭയങ്കര മോശം. അയ്യോ, എത്ര പ്ലേയേഴ്സ് ഇഞ്ചുറി വരാത്ത പ്ലേയേഴ്സിന് ഒരു ഇഞ്ചുറി വന്ന് അത് പ്രോപ്പറായിട്ട് റിക്കവർ ആവേണ്ട അവർക്ക് വീണ്ടും ഇഞ്ചുറി വരും. അപ്പൊ ഈ ഇഞ്ചുറി റീഒക്കർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നം, അതേത് പ്ലെയറിനാണെങ്കിലും. അപ്പോൾ എനിക്ക് തോന്നുന്നത് പ്രത്യേകിച്ച് സൊബോസ്ലേക്ക് അത്രയും വർക്ക് റേറ്റ് ഉള്ള, അത്രയും നമ്മൾ ലൈപ്സിക്കിലൊക്കെ വീഡിയോസ് കണ്ടാൽ മനസ്സിലാവും, സൊബോസ്ലേക്ക് അത്രയും ഓടുന്ന പ്ലെയർ ആണ്. അപ്പം ഒരിക്കലും ഇഞ്ചുറി വരാത്ത ഒരാൾക്ക്, ശരി ബൈ ചാൻസ് ഇഞ്ചുറി, ഹാംസ്ട്രിങ് ഇഞ്ചുറി വന്നു, പുള്ളി റിക്കവറായി വരാണ്ട് പുള്ളിനെ കളിപ്പിക്കാൻ വേണ്ടി ഒരു 3 ആഴ്ച റിക്കവറി ഉള്ള ഒരാൾക്ക് 1.5 ആഴ്ചയിൽ പുള്ളിയെ വീണ്ടും കളിപ്പിക്കുക, പുള്ളിക്ക് വീണ്ടും ഇഞ്ചുറി വരിക. ട്രെൻഡിന് സെയിം ഇത് തന്നെ, ഒരു സ്വെല്ലിങ് വരിക ടെൻഡന്, പുള്ളി ഫുള്ള് റിക്കവർ ആകും, വീണ്ടും കളിപ്പിക്കുക, അപ്പോൾ വീണ്ടും അവിടെ ഒരു മൈനർ ടയർ വരും. അപ്പോൾ ഇത് പറഞ്ഞില്ല, ഭയങ്കര മോശം റിക്കവറി റീഹാബിലേഷൻ ടീമായിരുന്നു, ഇഞ്ചുറി മാനേജ്മെന്റ് ആയിരുന്നു. അപ്പോൾ തിയാഗോനെ നമുക്ക് ഫുള്ളായിട്ട് അങ്ങ് കുറ്റം പറയാതിരിക്കാൻ പറ്റില്ല. തിയാഗോ പുള്ളി ആസ് എ പ്ലെയർ പുള്ളി എനിക്ക് തോന്നുന്നത് പ്രീമിയർ ലീഗ് കണ്ടതിൽ ഏറ്റവും ടെക്നിക്കലി ഗിഫ്റ്റഡ് ആയിട്ടുള്ള മിഡ്ഫീൽഡേഴ്സിൽ ഒരാളാണ്. അത് പുള്ളി ആകെ 7-8 മാച്ച് മര്യാദയ്ക്ക് ഫുള്ള് കളിച്ചിട്ടുള്ളൂ. ആ കളിച്ചത് ഭയങ്കര ടോപ്പ് ക്ലാസ് ആയിരുന്നു. പ്രത്യേകിച്ച് യുണൈറ്റഡിന്റെ കൂടെയൊക്കെ കഴിഞ്ഞതിന് മുമ്പത്തെ കൊല്ലമൊക്കെ കളിച്ചത് ഭയങ്കര രസമായിരുന്നു തിയാഗോ കളിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു കൺട്രോൾ മിഡ്ഫീൽഡ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊന്ന് ഈ സീസണൊക്കെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് കാണണം എന്ന് ആഗ്രഹമുള്ള ഒരു പ്ലെയർ ആയിരുന്നു തിയാഗോ. പക്ഷെ പുള്ളിയുടെ ഇഞ്ചുറി സ്റ്റാറ്റസ് നോക്കാണ്ട് ജൂലിയൻ വാർഡ് സൈൻ ചെയ്തൊരു പ്ലെയർ ആണ്. അപ്പോൾ ജൂലിയൻ വാർഡ് സൈൻ ചെയ്ത് തന്നെ പറയണം, മൈക്കിൾ എഡ്വേർഡ്സ് ഒരിക്കലും അങ്ങനത്തെ പ്ലെയർ സൈൻ ചെയ്യില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു പ്ലെയർ അന്ന് തന്നെ മേടിക്കുമ്പോൾ ഏകദേശം 29-30 ആയിരുന്നു വയസ്സ്. അന്ന് ഇഞ്ചുറി പ്രോണായിരുന്നു പുള്ളി. ബാഴ്സലോണയിൽ ഭയങ്കര ഇഞ്ചുറി പ്രോണായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇഞ്ചുറി പ്രോണായ ഒരു പ്ലെയർ പ്രൊഫൈലിനെ സെലക്ട് ചെയ്തത് തന്നെ ഏറ്റവും വലിയ തെറ്റാണ്. പിന്നെ അതിൻ്റെ കൂടെ ലിവർപൂളിന്റെ ഇതുപോലത്തെ ഇഞ്ചുറി മാനേജ്മെന്റും ഇതൊക്കെയാണ് പ്രശ്നം. ഓക്കെ ബ്രോ, അപ്പൊ എന്തായാലും നല്ലൊരു ഡിസ്കഷൻ ആയിരുന്നു. അപ്പൊ അവസാനത്തെ ക്വസ്റ്റ്യൻ, നാളെ ഒരു FA കപ്പിന്റെ ഫൈനൽ നടക്കാൻ പോകുന്നുണ്ട്. സിറ്റി മാഞ്ചസ്റ്റർ യുണൈറ്റഡുമായിട്ടാണ് കളി. അപ്പോൾ ടെനാഗിനെ മാച്ചിന് ശേഷം സാക്ക് ചെയ്യുന്നുള്ളൊരു ന്യൂസ് സോഷ്യൽ മീഡിയ കാണുന്നുണ്ട്, ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തില്ല. അപ്പോൾ പുള്ളിയുടെ കാര്യത്തിൽ ഏതാണ് തീരുമാനമായിട്ട് നിൽക്കുകയാണ്. അപ്പൊ എന്തെങ്കിലും അട്ടിമറി പ്രതീക്ഷിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ സിറ്റി അടുത്ത കപ്പടിക്കാനുള്ള ഒരു ഗ്രൗണ്ട് ആയിരിക്കും? സിറ്റി ഇത് നമ്മൾ പറഞ്ഞില്ലേ, നമ്മള് ഓൾറെഡി വിന്നിങ് സ്ട്രീക്കിലുള്ള ഒരു ടീമിനെയാണ് ഫേസ് ചെയ്യാൻ പോകുന്നത്. അത് ലോകത്തെ ഏത് ടീമാണെങ്കിലും അതൊന്ന് പേടിക്കും. ഇപ്പൊ മാഡ്രിഡിന്റെ കൂടെ ഒരു പെനൽറ്റി തോറ്റതല്ലാണ്ട് അവരൊരു കളി പോലും തോറ്റിട്ടില്ല ഈ വർഷം. അപ്പൊ എനിക്കൊന്ന് അവരുടെ അടുത്ത് ഇപ്പൊ ഓൾറെഡി ന്യൂസ് വരാൻ തുടങ്ങി. അപ്പൊ പ്ലെയേഴ്സിന്റെ മെന്റാലിറ്റി ഭയങ്കര മോശം. അതുകൊണ്ട് ബ്രൂണോ ഫെർണാണ്ടസ് പോസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു പ്രാവശ്യം കൂടെ നിങ്ങൾ ആ സപ്പോർട്ട് ചെയ്യും ഞങ്ങളെ പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് ഒക്കെ ഇട്ടു. അപ്പൊ നമുക്കറിയാം ആ ഡ്രസ്സിംഗ് റൂം അത്ര മഡഡാണ്. നമ്മൾ പറഞ്ഞില്ലേ, നമ്മള്
എന്നുവെച്ചാൽ ഇപ്പൊ ഈ ആർനെ സ്ലോട്ടിന്റെ പീരീഡ് ഇങ്ങനെ മര്യാദയ്ക്ക് പോയില്ലെങ്കിൽ ഈ അവസ്ഥ വരും ലിവർപൂളിന്. അപ്പൊ ഇതാണ് ഭയങ്കര ഡ്രസ്സിംഗ് റൂമിന്റെ മെന്റാലിറ്റി ഇല്ല. അപ്പൊ അങ്ങനത്തെ അത്രയും എനിക്കൊന്നും കഴിഞ്ഞ കൊല്ലത്തെ FA കപ്പ് ഫൈനലിനെക്കാളും മോശം യുണൈറ്റഡ് ഇപ്രാവശ്യം. അപ്പൊ അത്രയും മഡടായിരിക്കുന്ന ഒരു സമയത്ത് ശരിക്കും പറഞ്ഞ ഇവര് വല്ല ഡിക്ലെയർ ചെയ്യാനോ ഫോർഫിറ്റ് ചെയ്യാനുള്ള വഴിയായിരിക്കും ശരിക്കും നോക്കേണ്ട. കാര്യം സിറ്റി ഒന്നാമത് ഇത്രയും ദിവസം റെസ്റ്റ്, അവര് വെറുതെ ഇരിക്കുകയായിരുന്നു. അപ്പൊ എനിക്കൊന്ന് അവര് ഫുൾ ചാർജ്ഡ് ആയിരിക്കും. പെപ് ഗോർഡിയോളയ്ക്ക് FA കപ്പാണ്, FA കപ്പ് പ്രാന്താണ് പെപ് ഗോർഡിയോളയ്ക്ക് ഒന്നും ജയിച്ചില്ലെങ്കിൽ FA കപ്പ് ജയിക്കണം എന്ന് ഭയങ്കര നിർബന്ധം. അപ്പോൾ FA കപ്പും ജയിക്കും. അപ്പൊ എനിക്കൊന്ന് ഇത് ഫ്രീ റൺ ആയിരിക്കും സിറ്റിക്ക്. അപ്പൊ എനിക്ക് വലിയ ഹോപ്പൊന്നുമില്ല. ഞാൻ സിറ്റി ജയിക്കുന്നതന്നെ തോന്നുന്നു. ഓക്കെ ബ്രോ, താങ്ക് യു സോ മച്ച് ജോയിൻ ചെയ്തില്ല. അപ്പൊ ഏതായാലും നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞ് വീണ്ടും കാണാം. താങ്ക് യു ബ്രോ. ടേക്ക് കെയർ. ബൈ ബൈ.